ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കാറുകളിലൊക്കെ വരുന്ന എ സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. ഈ എ സി എങ്ങനെ വർക്ക് ചെയ്യുന്നു, എ സിയിൽ എന്തെല്ലാം സിസ്റ്റങ്ങൾ ഘടകങ്ങളുണ്ട്, അതേപോലെ എ സി എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഇത് 2 പാർട്ട് ഉണ്ടാവും. ഇതൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. എ സിനെ കുറിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. വാഹനങ്ങളിൽ വരുന്ന എ സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് എ സി എന്താ പറയുക, എ സി എന്താണെന്ന് മനസ്സിലാക്കുന്നത് 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അപ്പോൾ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ പൂട്ടിയ സമയത്താണ് ഞാൻ അങ്ങനെ ഒരു ചേട്ടൻ്റെ കൂടെ അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറുന്നത്. അവിടെ എ സി റിപ്പയറിംഗ് ആണ്. അവിടെ ഫ്രിഡ്ജ് അതേപോലെ കാറിൻ്റെ എ സി ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അങ്ങനെ ഈ അംബാസഡറിൽ കാറിലൊക്കെ വരുന്ന ഈ എ സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. അതിൽ R12 ഗ്യാസൊക്കെ വരുന്ന എ സി സിസ്റ്റമാണ്. അങ്ങനെ ഞാൻ IT ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ലോക്കൽ ഗാരേജിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ എ സി റിപ്പയർ ചെയ്യാൻ വേറെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെയാണ് ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ എ സി എങ്ങനെ റിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ എനിക്കൊരാഗ്രഹം ഇങ്ങനെ എ സിനെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ എ സിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എ സിൻ്റെ കോഴ്സ് വരുന്നുണ്ട്. എ സി റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ITകളിൽ വരുന്നുണ്ട്. അതേപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഓട്ടോ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന കോഴ്സൊക്കെ ഉണ്ട്. നല്ല കോഴ്സുകളാണ്. ലോക്കലായിട്ട് എ സി റിപ്പയർ ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ച്, അവരെങ്ങനെ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ. അതേപോലെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ഫോർഡിൻ്റെ ഡീലർഷിപ്പിൽ കയറുന്നത്. ഫോർഡിൻ്റെ ഡീലർഷിപ്പിൽ ജോലി കിട്ടിയിട്ട് അവിടെ ഞങ്ങൾ പിന്നെ ട്രെയിനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ എ സി റിപ്പയർ ചെയ്യാൻ റോബിനർ എന്ന് പറയുന്നൊരു മിഷൻ ഉണ്ട്. എ സി സർവീസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ എ സി ഗ്യാസ് അതേപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനാണ്. അതിൽ നമ്മൾ കൂടുതൽ ജോലിയൊന്നും ചെയ്യേണ്ട. അതിൽ ലീക്ക് ഉണ്ടെങ്കിലൊക്കെ അത് തന്നെ ശരിക്കും കാണിക്കും ലീക്ക് ഉണ്ടെന്ന്. ഇങ്ങനെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതേപോലെ ഞാൻ ഇപ്പോൾ 2 രീതിയിൽ എ സി റിപ്പയർ ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ ലോക്കലായിട്ട് നമുക്ക് എ സി റിപ്പയർ ചെയ്യാം, ഡീലർഷിപ്പ് സ്റ്റാൻഡേർഡിൽ നമുക്ക് എ സി റിപ്പയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫോർഡിൽ നിന്ന് കുറേ ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫോർഡിൻ്റെ മാസ്റ്റർ ലെവൽ ട്രെയിനിങ്ങുകൾ, ഫോർഡിൻ്റെ ലെവൽ 1 ലെവൽ 2 ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എ സി ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. അതേപോലെ മസറാത്തിൻ്റെ ഒരു മസറാത്തിൻ്റെ എ സി ഡയഗ്നോസ്റ്റിക് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു എ സിൻ്റെ എന്താ പറയുക ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യനായി മാറിയിട്ടുണ്ട്. ഓട്ടോമൊബൈലിൽ വരുന്ന കാറുകളിൽ വരുന്ന എ സി റിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 10-20 വർഷമായി ഇപ്പോൾ. അങ്ങനെ ഞാൻ BMW, ഓഡി, അതേപോലെ തന്നെ ബെന്റ്ലി, ഫെറാരി, ആസ്റ്റൺ മാർട്ടിൻ, ബെൻസ്, ഫോർഡ്, ഇങ്ങനെ മാരുതി, അതേപോലെ ആൾട്ടോ 800, മാരുതി ഷിഫ്റ്റ്, അതേപോലെ ഇങ്ങനെയുള്ള ചെറിയ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങളെ എ സി നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് എ സി റിപ്പയർ ചെയ്ത സമയത്ത് 90% വാഹനങ്ങളിലും വരുന്ന എ സി എക്സ്പാൻഷൻ വാൽവ് ടൈപ്പ് എ സി സിസ്റ്റം വരുന്നുണ്ടോ. അങ്ങനെ വാഹനങ്ങളിൽ 2 ടൈപ്പ് എ സി സിസ്റ്റം വരുന്നത്. എക്സ്പാൻഷൻ വാൽവ് ടൈപ്പും അതേപോലെ ഓറിഫിക് ട്യൂബ് ടൈപ്പും, അങ്ങനെ 2 ടൈപ്പ് എ സി സിസ്റ്റം വാഹനങ്ങളിൽ കണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ഈ ഇത്രയും എ സി എക്സ്പാൻഷൻ വാൽവ് ടൈപ്പാണ്. ആ ഒരു സിസ്റ്റത്തിന് കൂളിംഗ് ലേശം കൂടുതലാണ്. അതേപോലെ അതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ കുറച്ച് ഈസിയാണെന്ന് തോന്നുന്നത്. ഓറിഫിക് ട്യൂബ് ടൈപ്പ് വരുന്നത് ഈ അമേരിക്കൻ വാഹനങ്ങളിലും അതേപോലെ ഫോർഡ്, GMC ചില വാഹനങ്ങളിലൊക്കെ ഈ ഓറിഫിക് ട്യൂബ് ടൈപ്പ് വരുന്നുണ്ട്. ആ ഒരു സിസ്റ്റം ലേശം കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൽ ഈ ഓട്ടോമാറ്റിക് സ്വിച്ചിങ്, എന്താ പറയുക, കംപ്രസർ എൻഗേജ്, ഡിസെൻഗേജ്, ഇങ്ങനെ കുറേ സ്വിച്ചുകളൊക്കെ വരുന്നുണ്ട്. ലോ പ്രഷർ സ്വിച്ച്, ഹൈ പ്രഷർ സ്വിച്ചൊക്കെ വന്നിട്ട് ലേശം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഡയഗ്നോസ് ചെയ്യാനൊക്കെ ലേശം ടഫാണ്. കാറുകളിൽ വരുന്ന എ സിയും അതേപോലെ നമ്മളെ വീടുകളിൽ ഉള്ള എ സി, അതേപോലെ ഐസ് ഉണ്ടാക്കുന്ന കമ്പനി, ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെഷീൻ, ഇതിലൊക്കെ വരുന്ന എ സി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ സെയിം ആട്ടോ. നമുക്ക് ചെറിയൊരു ബേസിക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇമ്പിൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഫ്രിഡ്ജിൽ, ഉദാഹരണത്തിന് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറേ ലൈൻസ് കാണാം, ഒരു നെറ്റ് പോലെ, മെറ്റലിൻ്റെ നെറ്റ് കാണാം. അത് ശരിക്കും ഈ കണ്ടൻസറാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ. അതേപോലെ നമ്മളെ വാഹനങ്ങളിലും ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സംഭവം കാണാം, കുറേ ലൈൻസ് ഉള്ള അലൂമിനിയത്തിൻ്റെ, അത് ശരിക്കും കണ്ടൻസറാണ്. ഇപ്പോൾ കണ്ടൻസർ ഇല്ലാതെ എ സി സിസ്റ്റം ഇല്ല. ഈ ഒരു എക്സ്പാൻഷൻ വാൽവ് ടൈപ്പ് എ സി ആണെങ്കിൽ അതിൽ ആ ഒരു സിസ്റ്റത്തിൽ ECMന് വലിയ റോൾസൊന്നും ഇല്ല കേട്ടോ. ഈ ഓറിഫിക് ട്യൂബ് ടൈപ്പ് ആണെങ്കിൽ അതിൽ ECM ഒക്കെ വേണം. ECM ആണ് ഈ ഗ്യാസ് ലെവല്, അതുപോലെ ഗ്യാസിൻ്റെ പ്രഷറൊക്കെ സെൻസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഈ കംപ്രസറിനെ ഓണും ഓഫൊക്കെ ആക്കുന്നത്. അതേപോലെ ഈ എക്സ്പാൻഷൻ വാൽവ് ടൈപ്പിൽ എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. അതാണ് ശരിക്കും എ സി ഗ്യാസിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുക. എ സിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യൻ്റെ ടെമ്പറേച്ചർ, മനുഷ്യന് അനുയോജ്യമായ ടെമ്പറേച്ചർ നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കേട്ടോ. ശരിക്കും എ സി എന്ന് പറഞ്ഞ സംഭവം
എയർ കണ്ടീഷൻ എന്ന് പറയുന്ന സംഭവം ശരിക്കും ഈ ഒരു മനുഷ്യൻ്റെ എന്താ പറയുക മനുഷ്യന് കംഫർട്ടായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ വാഹനത്തിനുള്ളിൽ നിലനിർത്തുക, അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ നിലനിർത്തുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു AC എന്ന് പറഞ്ഞ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യന് ഏറ്റവും നല്ല കംഫർട്ടും ഏറ്റവും നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറുണ്ട്. ആ ടെമ്പറേച്ചറിലാണ് മനുഷ്യൻ്റെ ബുദ്ധിയും ശരീരമൊക്കെ നല്ല എന്താ പറയുക കംഫർട്ടായിട്ടിരിക്കുക. ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻജിൻ പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിനൊക്കെ എൻജിനുകൾക്കൊരു ടെമ്പറേച്ചറുണ്ട്. ആ ടെമ്പറേച്ചറിൽ കൂടുതൽ പോകുമ്പോഴാണ് അതിന് ഓവർ ഹീറ്റാന്ന് പറയാം. അതുപോലെ മനുഷ്യൻ്റെ ടെമ്പറേച്ചർ 36 ഡിഗ്രീൻ്റെ മേലെ പോകുമ്പോഴാണ് പനി എന്ന് പറയും, ഫീവർ. അതേപോലെ മനുഷ്യന് അനുയോജ്യമായ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് മനുഷ്യന് അനുയോജ്യമായ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൽ മനുഷ്യന് ശരിക്കും പെർഫോം ചെയ്യാനും അതേപോലെ എന്താ പറയുക കംഫർട്ടായിട്ട് ഫീലാവും മനുഷ്യന്. ഇപ്പോൾ ഓവർ ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്ക് വയർക്കാൻ തുടങ്ങും. വയർത്തിട്ട് നമ്മളെ ശരീരത്തിനെ തണുപ്പിക്കാൻ ട്രൈ ചെയ്യുന്നതാണ്. അതിനാണ് ശരിക്കും വയർപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു AC സിസ്റ്റം നമുക്ക് 2 രീതിയിൽ റിപ്പയർ ചെയ്യാം. ഈ ലോക്കൽ ഗാരേജ് സ്റ്റാൻഡേർഡിലും റിപ്പയർ ചെയ്യാം, അതേപോലെ ഡീലർഷിപ്പ് സ്റ്റാൻഡേർഡിലും നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കും. ഈ ACൻ്റെ ഏതെങ്കിലും ഒരു പൈപ്പ് നമ്മൾ അയക്കുകയാണെങ്കിൽ അത് അന്തരീക്ഷത്തിൽ ഓപ്പണാക്കി വെക്കാൻ പാടില്ല. ACൻ്റെ ഒരു പൈപ്പോ ഒരു ഡിവൈസോ നമ്മൾ ഓപ്പണാക്കി വെക്കാൻ പാടില്ല. ശരിക്കും നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം എന്നാണ്. കാരണം ഈ ACയിൽ ഉപയോഗിക്കുന്ന ഓയിൽ ഈ അറ്റ്മോസ്ഫിയറിലുള്ള എന്താ പറയുക ഈ മോയ്സ്ചറിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അത്തരത്തിലുള്ള ഓയിലാണ് ഇതിൽ അത്തരത്തിലുള്ള ഒരു ഓയിലാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഡീലർഷിപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുമ്പോൾ ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഓയിലാട്ടോ. അതുകൊണ്ടാണ് ഈ ഡീലർഷിപ്പിലൊക്കെ നമ്മൾ AC റിപ്പയർ ചെയ്യാൻ നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ ബില്ല് ലേശം കൂടുന്നത്. ഈ എന്താ പറയുക ഡീലർഷിപ്പിൽ ശരിക്കും ബില്ല് കൂടുതലായിരിക്കും ഈ ഒരു AC റിപ്പയർ ചെയ്യുന്ന എന്താ പറയുക AC റിപ്പയർ കൺസേണിനൊക്കെ. കാരണം അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലൊക്കെ ഹൈ സ്റ്റാൻഡേർഡായിട്ടുള്ള മെറ്റീരിയൽ അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എന്താ പറയുക സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും ലഭിക്കും ഈ ഡീലർഷിപ്പിൽ നമ്മൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ലോക്കൽ സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന ഓയിലൊക്കെ ചിലപ്പോൾ ലോക്കൽ സ്റ്റാൻഡേർഡിൽ ഓയിലായിരിക്കും, വില കുറവുള്ളതായിരിക്കും. ഇപ്പോൾ നമ്മൾ വില കുറവിന് പിന്നാലെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കുറവാകും. അതേപോലെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ്. എന്ത് കാര്യങ്ങളിപ്പോൾ പഠിച്ച് AC എന്തിനു ഉപയോഗിക്കുന്നു, അതേപോലെ AC എത്ര ടൈപ്പ് വരുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ACയിൽ ഉപയോഗിക്കുന്ന ഓയിൽ PAG എന്ന് പറയുന്ന ഒരു ഓയിലാണ് ഉപയോഗിക്കുന്നത്. പോളി ആൽക്കലൈൻ ഗ്ലൈക്കോൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത്തരത്തിലുള്ളൊരു ഓയിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആ ഓയിൽ ഒരു പ്രത്യേക ടൈപ്പാണ്. അത് ഓയിലിൻ്റെ ക്യാപ്പ് നമ്മൾ ഓപ്പണാക്കി വെക്കുകയാണെങ്കിൽ ഈ പെട്ടെന്ന് ആ ഓയിലിൻ്റെ എന്താ പറയുക കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഓയിലിന്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അത്ര ഓയിൽ സംഭവങ്ങളൊക്കെ. AC ഗ്യാസ് 2 ടൈപ്പാണ് വാഹനങ്ങളിൽ വരുന്നത്. ഒന്ന് R134A എന്ന് പറയുന്നൊരു ഗ്യാസും ഉണ്ട്. അതേപോലെ R1234YF എന്ന് പറയുന്നൊരു ഗ്യാസും വരുന്നുണ്ട്. 2 ടൈപ്പ് ഗ്യാസാണ് ഇപ്പോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതിൽ 1234YF എന്ന് പറയുന്ന ഗ്യാസ് ലേശം എക്സ്പെൻസീവാണ്. അത് തീപിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ആ ഒരു ഗ്യാസിന്. അത് ലേശം എക്സ്പെൻസീവായിട്ടുള്ള വാഹനങ്ങളിലാണ് കണ്ടുവരുന്നത്. നോർമൽ പാസഞ്ചർ വാഹനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. AC ഇട്ട് കഴിഞ്ഞാൽ മൈലേജ് കുറയോ, AC ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ മൈലേജ് കൂടുമോ കുറയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ വീഡിയോകളുണ്ട്. AC ഇട്ട് വാഹനം ഓടിച്ചെന്ന് വെച്ചിട്ട് വാഹനത്തിൻ്റെ മൈലേജ് കുറയൊന്നുമില്ല. മൈലേജ് കുറയുകയാണെങ്കിൽ തന്നെ 1-2 മൈലേജ് കുറയും. അത് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മനുഷ്യൻ്റെ കംഫർട്ടാണ് പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും വയർക്കാതെ നല്ല ടെൻഷനില്ലാതെ നല്ല ഫ്രീ ആയിട്ട് വാഹനം ഓടിക്കണം. അതിന് എന്തായാലും AC യൂസ് ചെയ്യണം. ഇപ്പോൾ AC ഉള്ള വാഹനങ്ങളൊക്കെ നമ്മൾ AC ഇട്ടിട്ട് മാക്സിമം യൂസ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഡ്രൈവിങ് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ. AC ഉള്ള വാഹനങ്ങൾ നമ്മൾ AC ഇടാതെ എന്താ പറയുക ബ്ലോവർ മാത്രം ഇട്ടിട്ട് ഈ ഗ്ലാസ്സൊക്കെ താത്തി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു പൊടികളൊക്കെ ഈ ഒരു ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് ACൻ്റെ ഫിൽറ്റർ ബ്ലോക്ക് ആവാനോ അല്ലെങ്കിൽ ACൻ്റെ ഇവാപ്പറേറ്റർ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാട്ടോ. അത് നമ്മളെ നാട്ടിൽ പൊടികൾ ലേശം കൂടുതലാണ്. പൊടിപടലങ്ങൾ കൂടുതലുള്ള ഏരിയകളിലൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് കയറ്റിയിട്ടിട്ട് AC ഇട്ട് ഓടിക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇവാപ്പറേറ്റർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അതേപോലെ AC ഫിൽറ്ററുള്ള വാഹനമാണെങ്കിൽ AC ഫിൽറ്റർ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഒട്ടുമിക്ക വാഹനങ്ങളിൽ AC ഫിൽറ്റർ വരുന്നൊന്നുമില്ല. AC ഫിൽറ്റർ ബെൻസിനൊക്കെ 2 AC ഫിൽറ്ററൊക്കെ വരുന്നുണ്ട്. ഒരു ഡസ്റ്റ് ഫിൽറ്റർ പുറത്ത് വരുന്നുണ്ട്. അതുകൂടാതെ ACൻ്റെ വാഹനത്തിനകത്തൊരു ഫിൽറ്റർ വരുന്നുണ്ട്. 2 ഫിൽറ്റർ ബെൻസ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇവാപ്പറേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും തട്ടാതിരിക്കാനും ഇവാപ്പറേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാനും അതേപോലെ ACൻ്റെ വാഹനത്തിനകത്ത് പൊടി ഇല്ലാതിരിക്കാനും 2 ഫിൽറ്റർ കൊടുക്കുന്നുണ്ട് ബെൻസിൽ. ACൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ എ സീൻ്റെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എ സി എന്ന് പറയുമ്പോൾ അതിൽ ടെമ്പറേച്ചർ വേരിയേഷനാണ് വരുന്നത്. അപ്പോൾ എ സിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ആവുന്നത് തണുപ്പാണ്. അപ്പോൾ അതിൽ ഹ്യൂമിഡിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് തണുപ്പ് ഫീൽ ആവുന്നത്. ആക്ച്വലി ഈ ഒരു ഇതിൽ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഗ്യാസാണ്. ഈ ഒരു ഗ്യാസിൻ്റെ പ്രത്യേകത മൂലമാണ് എന്താ പറയുക ഈ ഒരു എ സിയിൽ ഈ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് -26 ഡിഗ്രി ആട്ടോ വരുന്നത്. ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിൻറ്റ് -26 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. ഇപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ വെള്ളം കാണാം. ഈ വെള്ളത്തിനെ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് ഈ വെള്ളം വേപ്പറായി പോകുന്നത്. അപ്പോൾ അതേപോലെ ഈ ഒരു ഗ്യാസിനെ നമുക്ക് വേപ്പറാക്കണമെങ്കിൽ -26 ഡിഗ്രി ആക്കണം, എന്നാലേ ഈ ഗ്യാസ് വേപ്പറായി പോവുള്ളൂ. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ, ആ ഒരു ഗ്യാസിൻ്റെ ആ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാസ് എ സി സിസ്റ്റത്തിൽ അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു എ സി സിസ്റ്റത്തിൽ നമുക്ക് ഈ ഒരു തണുപ്പ് ഫീൽ ആവുന്നതും ഐസ് നിർമ്മിക്കാൻ സാധിക്കുന്നതൊക്കെ. ഈ വെള്ളത്തിനെ നമുക്ക് ഐസ് കട്ടയാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത്. ആ ഒരു പ്രതിഭാസമൊക്കെ നടക്കുന്നത് ഈ ഒരു ഗ്യാസിൻ്റെ പ്രത്യേകതയാണ്. ഈ ഗ്യാസിനെ നമ്മൾ എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു എ സി സിസ്റ്റത്തിൻ്റെ അകത്ത്. ഈ ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എന്താ പറയുക പ്രഷർ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു തണുപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഐസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഒരു എ സി ഗ്യാസിൻ്റെ സർക്കുലേഷനും അതേപോലെ അതിൻ്റെ ആ ഒരു പ്രഷർ വേരിയേഷൻ, ആ ഒരു ഗ്യാസിനെ ലിക്വിഡ് ആക്കുന്നതും അതേപോലെ ആ ഒരു ഗ്യാസിനെ വേപ്പറാക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ എ സി പൈപ്പിൻ്റെ അകത്ത്. അതിനാണ് ഈ ഒരു എ സി കംപ്രസർ ഉപയോഗിക്കുന്നത്. എ സി കംപ്രസർ ഉപയോഗിക്കുന്നത് ആ ഒരു എ സി ഗ്യാസിൻ്റെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ എ സി കംപ്രസർ വരുന്നുണ്ട്. അതേപോലെ നമ്മളെ വീട്ടിലുള്ള എ സിയിലും കംപ്രസറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.